സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ഇടയിൽ സ്വർണത്തിന് എന്താണ് പ്രാധാന്യം? ഒരു ഇൻവെസ്റ്റ്മെന്റ്, ആഭരണം, അതിന്റെ ഭംഗി, ഇതിനൊക്കെ അപ്പുറം സ്വർണത്തിന് ശാസ്ത്രത്തിൽ എന്ത് കാര്യം എന്ന് ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. എന്നാൽ സ്വർണത്തിന് സയൻസിലും ടെക്നോളജിയിലുമൊക്കെ വളരെ വലിയ റോളുണ്ട്. അത്ഭുതം തോന്നുന്നു. നമുക്കിന്ന് ആ വിഷയം തന്നെ സംസാരിക്കാം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ കൂട്ടുകാർക്കും സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് നിങ്ങളുടെ പിന്തുണ തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നുകൂടി ഉറപ്പുവരുത്തുക. സ്വർണം, വെള്ളി, പ്ലാറ്റിനം ഇതൊക്കെ നമുക്ക് പരിചിതമായ ലോഹങ്ങളാണ്, പരിചിതമായ പദാർത്ഥങ്ങൾ. ഇവയ്ക്ക് മനുഷ്യരുടെ സാധാരണ ജീവിതത്തിലും അവരുടെ സാമ്പത്തിക ഭദ്രതയിലും ഒക്കെ വളരെ വലിയ റോളുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന മെറ്റൽസിന് മാത്രം ഇത്ര വലിയ പ്രത്യേകത? നൂറുകണക്കിന് ലോഹങ്ങളും ലോഹങ്ങളുടെ അലോയികളും എല്ലാം ഉണ്ട്. സ്വർണത്തേക്കാൾ വിലയുള്ള മറ്റു പല സാധനങ്ങളും ഈ ലോകത്തുണ്ട്. പക്ഷെ സ്വർണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലാറ്റിനം, വെള്ളി, ഇവയ്ക്ക് മാത്രം എന്താണ് ഇത്ര വലിയ പ്രാധാന്യം എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നോക്കൂ, ഈ പറയുന്ന മെറ്റൽസ്, സ്വർണം, വെള്ളി, പ്ലാറ്റിനം, റുത്തേനിയം, ഇങ്ങനെയുള്ള ചില മെറ്റൽസിനെ നോബിൾ മെറ്റൽസ് എന്നാണ് അറിയപ്പെടുന്നത്. പവിത്രമായ ലോഹങ്ങൾ. എന്താണ് ഇതിൻ്റെ പവിത്രത? നമ്മുടെ സമൂഹത്തിൽ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? അസാമാന്യ പേഴ്സണാലിറ്റിയുള്ള, ഒരു സ്വാധീനത്തിനും വഴങ്ങാത്ത, എന്നും ഒരേപോലെയുള്ള നിലപാടുകളുള്ള, ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ചില ആൾക്കാർ, ചില വ്യക്തികൾ. ഇപ്പം മഹാത്മാഗാന്ധിയൊക്കെ അങ്ങനെയുള്ളവരാണ്. അങ്ങനെയുള്ള വ്യക്തികളോട് ഒരു വല്ലാത്ത ആരാധനയും അവർക്ക് സമൂഹത്തിൽ വളരെ വലിയ സ്വാധീനവും അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വളരെ വലിയ സ്വീകാര്യതയും ഒക്കെ ലഭിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അവർ ഒരു സ്വാധീനത്തിനും വഴങ്ങാത്തവരാണ്. അവർക്ക് സ്വന്തമായ അവരുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ് ദ പീക്കാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് സ്വാധീനം ലഭിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് പ്രത്യേകതകൾ ഉണ്ടാകുന്നത്. കാട്ടിൽ നോക്കൂ, ഒരുമാതിരിപ്പെട്ട എല്ലാ മൃഗങ്ങളും കൂട്ടം കൂട്ടമായിട്ടാണ് നടക്കുക. എന്നാൽ സിംഹം, കടുവ, പുലി ഇവയൊക്കെ അവ ഒറ്റയ്ക്കാണ് നടക്കുക. അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ആ ഒരു കരുത്തുണ്ട്. അതുപോലെ തന്നെ ഈ ലോഹങ്ങളിലെ, മൂലകങ്ങളിലെ ചില ഒറ്റയാന്മാരാണ് ഇവരൊക്കെ. സ്വർണവും വെള്ളിയും പ്ലാറ്റിനവും ഒക്കെ. അതെന്താണ് അങ്ങനെ പറയുന്നത്? നോക്കൂ, ഇരുമ്പ്, ചെമ്പ്, സോഡിയം, പൊട്ടാസ്യം, ലിത്തിയം, അങ്ങനെ നൂറുകണക്കിന് ലോഹങ്ങളും മൂലകങ്ങളും പ്രകൃതിയിലുണ്ട്. അവയൊക്കെ നാം ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷെ അവയൊക്കെ എങ്ങനെയാണ് ലഭിക്കുക? ഇപ്പോൾ സോഡിയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായൊരു സാധനമാണ് സോഡിയം. പക്ഷേ സോഡിയം ഒരിക്കലും സ്വതന്ത്രാവസ്ഥയിലല്ല കാണുന്നത്. സോഡിയം ക്ലോറൈഡ്, സോഡിയവും ക്ലോറിനും കൂടെ ചേർന്ന ഒരു സംയുക്തമായ അവസ്ഥയിലാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഉപ്പ്, അതാണ് സോഡിയം ക്ലോറൈഡ്. കോപ്പർ കാണുക, കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ കോപ്പർ ഓക്സൈഡ്, അങ്ങനെയുള്ള പലവിധ സംയുക്തങ്ങളുടെ രൂപത്തിലാണ് ഈ പറയുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ മിനറൽസും മെറ്റൽസും എല്ലാം പ്രകൃതിയിലുണ്ടാവുക. അതിൽ നിന്ന് വളരെ വലിയ പ്രോസസ്സിലൂടെ, കെമിക്കൽ പ്രോസസ്സിലൂടെ ഇവയെ വേർതിരിച്ചെടുത്താണ് നമുക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന നോബിൾ മെറ്റൽസ്, സ്വർണവും വെള്ളിയും പ്ലാറ്റിനവുമൊക്കെ പ്രകൃതിയിൽ കാണുന്നത് സംയുക്താവസ്ഥയിലല്ല, സ്വതന്ത്രാവസ്ഥയിൽ തന്നെയാണ്. ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കോളേജിൽ നിന്ന് ടൂറ് പോയിരുന്നു, സ്റ്റഡി ടൂർ. അതിലെ ഒരു പ്രധാന സ്ഥലം കോളാർ ഗോൾഡ് മൈൻസ് ആയിരുന്നു. അന്ന് കോളാർ ഗോൾഡ് മൈൻസ് ക്ലോസ് ചെയ്തിട്ടില്ല. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പാണ്, 95-ലോ 96-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു കോളാർ ഗോൾഡ് മൈൻസ് എന്നേക്കുമായി അടച്ചുപൂട്ടിയത്. അതിനു മുമ്പ് അവിടെ 2 മൈൻസ് അപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആ മൈൻസിലിറങ്ങി താഴേക്ക് പോയി, ഒരുപാട് കിലോമീറ്ററുകളോളം താഴേക്ക് ലിഫ്റ്റിലൊക്കെ പോയി. അതിൻ്റെ ഉള്ളിൽ ധാരാളം ഉറുമ്പിൻ കൂട് പോലെയുള്ള ഇങ്ങനെ ചെറിയ തുരങ്കങ്ങളുണ്ട്. അതിൽ കൂടെ ഈ തൊപ്പിയൊക്കെ വെച്ച് ഞങ്ങൾ നടന്നു പോയപ്പോൾ അവിടെ ആ കൂടെ വന്നവർ കാണിച്ചു തന്നു പാറക്കെട്ടുകളുണ്ട്. വലിയ കറുത്ത നിറത്തിലുള്ള പാറക്കെട്ട്, കരിപോലെ കറുത്ത പാറകൾ. അതിലിങ്ങനെ സ്വർണം തരികളിരുന്ന് മിന്നുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്വർണം തന്നെയാണത്. ആ പാറ പൊട്ടിച്ചെടുത്ത് ആ പാറ പൊടിച്ച് ഈ സ്വർണത്തിനെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ പലയിടത്തും, പാലക്കാട് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ സ്വർണം അരിച്ച് ജീവിക്കുന്നവരുണ്ടായിരുന്നു. അതായത് പുഴയിലെ മണലിൽ നിന്ന് അവരുടെ ഒരു പ്രത്യേക അരിപ്പയും സ്കില്ലും ഉപയോഗിച്ചുകൊണ്ട് അവരിങ്ങനെ അരിച്ചരിച്ചെടുത്ത് ചെറിയ സ്വർണ്ണത്തരികൾ അവർക്ക് കിട്ടും. അതിൽ നിന്ന് അത് വേർതിരിച്ചെടുത്ത് ഉരുക്കി അവർ വിറ്റ് അങ്ങനെ ജീവിക്കുന്നവരുമുണ്ട്. അതായത് സ്വർണം എന്ന് പറയുന്നത് പ്രകൃതിയിൽ സ്വതന്ത്രമായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വർണത്തിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ അത്രമാത്രം സ്ട്രോങ് ആണ്.
വളരെ സ്ട്രോങ് ആണ് സ്വർണത്തിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്? അവിടെ ഒരു കെമിക്കൽ ബോണ്ടിങ് അവിടെ ഉണ്ടാകുന്നതുകൊണ്ടാണ്, വാലൻസ് ബോണ്ടിങ് അവിടെ ഉണ്ടാകുന്നതുകൊണ്ടാണ്. എങ്ങനെയാണ് ഈ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുക? കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അവയുടെ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ, ആ ആറ്റത്തിന് എന്താവും? പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും എല്ലാം ഉണ്ടാകും. പ്രോട്ടോണും ന്യൂട്രോണും അടങ്ങിയ ഒരു ന്യൂക്ലിയസ്, ആ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രോണുകൾ അതിൻ്റെ ചുറ്റും, ആ ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്നുണ്ടാകും. പല ഷെല്ലുകളിലായി, പല ഓർബിറ്റുകളിലായി. അതിലെ ഔട്ടർ ഓർബിറ്റിലെ രണ്ട് മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണുകൾ പരസ്പരം ഷെയർ ചെയ്ത് അവ ഒന്നായി മാറി അങ്ങനെയാണ് അതിൽ മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നത്. ഇത് നമുക്ക് സർവ്വസാധാരണമായി അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് പോലും ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഒരു ഉയർന്ന ചൂടിൽ പല സാധനങ്ങൾ ഒരുമിച്ച് അവ പരസ്പരം കെമിക്കലി പ്രവർത്തിച്ച് അവയുടെ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണുകൾ പരസ്പരം കൈമാറി അവ മറ്റൊന്നായി മാറുന്നതാണ് ശരിക്കും ഭക്ഷണം എന്ന് പറയുന്നത്, പാചകം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് സോഡിയവും ക്ലോറിനും തമ്മിൽ പരസ്പരം പ്രവർത്തിച്ച് അവ സോഡിയം ക്ലോറൈഡായിട്ട് മാറുന്നത്. അങ്ങനെയാണ് നാം സോപ്പ് ഉപയോഗിച്ച് ഒരു വസ്ത്രം കഴുകുമ്പോൾ ആ വസ്ത്രത്തിലെ അഴുക്കും ഈ സോപ്പും തമ്മിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ, അതായത് ആ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോൺ ഷെയറിങ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് കൊണ്ട് ആണ് അവ മറ്റൊന്നായി മാറി അതിൽ നിന്ന് ഇളകിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സർവ്വ കെമിക്കൽ റിയാക്ഷനും നടക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ടർ ഷെല്ലിൽ ഷെയർ ചെയ്യാൻ പാകത്തിൽ ഇലക്ട്രോണുകളുണ്ട്. ആ ഇലക്ട്രോണുകൾ വളരെ ദുർബലമാണ്. ആ ഇലക്ട്രോണുകളുടെ ആ ന്യൂക്ലിയസുമായിട്ടുള്ള ബോണ്ടിങ് വളരെ ദുർബലമാണ്. അതുകൊണ്ടാണ് അവ പരസ്പരം ഷെയർ ചെയ്യപ്പെട്ടു പോകുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന, പ്രകൃതിയിൽ കാണുന്ന മൂലകങ്ങളിൽ ഒരു മഹാഭൂരിപക്ഷവും ഇങ്ങനെയാണ്. അവ വായുവുമായി റിയാക്ട് ചെയ്യും, അവ വെള്ളവുമായി റിയാക്ട് ചെയ്യും, അവ കാണുന്ന എന്തുമായിട്ടും റിയാക്ട് ചെയ്യും. അങ്ങനെ അവ മറ്റൊന്നായിട്ട് മാറും. എന്നാൽ ഈ പറഞ്ഞ നോബിൾ മെറ്റൽസിൻ്റെ ആ ഒരു അറ്റോമിക് സ്ട്രക്ചർ അനുസരിച്ച് അവയുടെ ഇലക്ട്രോണുകൾക്ക്, അവരുടെ വാലൻസ് ഇലക്ട്രോണുകൾക്ക് വളരെ വലിയ അതിശക്തമായ ബോണ്ടിങ് ഈ ന്യൂക്ലിയസുമായിട്ടുള്ളത് കൊണ്ട് അവ മറ്റൊന്നുമായിട്ടും ഷെയർ ചെയ്യില്ല, അവ മറ്റൊന്നുമായിട്ടും റിയാക്ട് ചെയ്യുകയുമില്ല. റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ, ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാവുന്ന മെറ്റൽസാണ് ഈ പറയുന്ന നോബിൾ മെറ്റൽസ്. അതുകൊണ്ട് തന്നെ അവ പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണുകയും ചെയ്യും. അതിനെ പൊടിച്ച് അരിച്ചൊക്കെ എടുക്കണം. കെമിക്കൽ റിയാക്ഷനൊക്കെ ഉണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിനെയും അഴുക്കിനെയൊക്കെ അരിയിച്ച് കളയാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള കെമിക്കൽ റിയാക്ഷനാണ്. അല്ലാതെ ഒരു സംയുക്തത്തിൽ നിന്ന്, ഒരു കോമ്പൗണ്ടിൽ നിന്ന് അവയെ വേർതിരിച്ചെടുക്കേണ്ട അവസ്ഥ ഇല്ല. ഇങ്ങനെ ഈ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് വായുവുമായിട്ടും ചുറ്റുപാടുകളുമായിട്ടും കാണുന്ന എന്തുമായിട്ടും റിയാക്ട് ചെയ്യുന്ന ആ സ്വഭാവം അവയ്ക്കില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവ എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാനും പറ്റും. നമുക്കൊക്കെ അറിയാം, നമുക്ക് വായിച്ചിട്ടുണ്ട്, നാം കണ്ടിട്ടുണ്ട്. 2000, 3000, 4000 വർഷം പഴക്കമുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ കുഴിച്ചെടുക്കുന്നത് ഈജിപ്ത് പിരമിഡുകൾക്കുള്ളിൽ അന്നത്തെ ഫറവോമാരോടൊപ്പം അടക്കം ചെയ്യുമ്പോൾ ധാരാളം സ്വർണവും അടക്കം ചെയ്തിട്ടുണ്ട്. ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ വീണ്ടെടുത്തിട്ടുണ്ട്. അവയൊക്കെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ ഇപ്പോഴും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ, സ്വർണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 1,00,000 കോടിയിൽ പരം രൂപയുടെ മൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത്. അങ്ങനെ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള സ്വർണം ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഒരു കഷ്ണം ഇരുമ്പ് അങ്ങനെ ഇരിക്കുമോ? എന്തൊരു ചെമ്പ് പോലും ഇരിക്കില്ല. അവയൊക്കെ അന്തരീക്ഷത്തിലെ വായുവുമായും ഓക്സിജനുമായും ഒക്കെ റിയാക്ട് ചെയ്ത് കുറേശ്ശെ അത് അല്ലാതായി മാറും. ഇരുമ്പ് തുരുമ്പിക്കുന്നത് അതുകൊണ്ടാണ്. അന്തരീക്ഷത്തിലെ ജലാംശവുമായി അവ റിയാക്ട് ചെയ്യുമ്പോൾ അവ മറ്റൊന്നായി മാറും. അതാണ് തുരുമ്പ്. അങ്ങനെയാണ് കുറേശ്ശെ ഇരുമ്പ് ഇല്ലാതാകും. അവയെ പല വിധത്തിൽ ട്രീറ്റ് ചെയ്ത് സ്റ്റീലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. അതൊക്കെ അങ്ങനെ ചെയ്യേണ്ടത്. നാച്ചുറലായിട്ട് ഇരുമ്പിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തുരുമ്പിക്കുന്നതാണ്. അലൂമിനിയവും അങ്ങനെ പറ്റും. കോപ്പറും വലിയൊരളവോളം അങ്ങനെ പറ്റും. എന്നാൽ സ്വർണത്തിനോ ഈ നോബിൾ മെറ്റൽസിനോ അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഈ സ്വർണത്തിന് ഏറ്റവും അധികം ഈ പ്രാധാന്യം കൈവന്നിരിക്കുന്നത്. അവ ഒരിക്കലും നശിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം ചോദ്യം അതല്ലല്ലോ, ഇവയ്ക്കെന്താണ് ഇലക്ട്രോണിക്സിൽ കാര്യം, ഇവയ്ക്കെന്താണ് സയൻസിൽ കാര്യം, ഇവയ്ക്കെന്താണ് ടെക്നോളജിയിൽ കാര്യം? പറഞ്ഞല്ലോ, സ്വർണം എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ്, ശാസ്ത്രീയ ഉപകരണങ്ങളൊക്കെ കഴിയുന്നത്ര അത്
കേടുകൂടാതെ ഇരിക്കണം. അവ ഒരു കാരണവശാലും അന്തരീക്ഷവുമായും ചുറ്റുപാടുകളുമായും റിയാക്ട് ചെയ്യരുത്. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ ഒരു മെറ്റലാണ് സ്വർണം എന്ന് പറയുന്നത്. അതുമാത്രവുമല്ല, സ്വർണത്തിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുത വാഹക ശേഷി വളരെ കൂടുതലാണ്. സ്വർണത്തിനും സിൽവറിനുമൊക്കെ വളരെ വലിയ ഉയർന്ന കണ്ടക്ടിവിറ്റി ഉണ്ട്. കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ധാരാളം ഉള്ളതുകൊണ്ടാണ്. അവ സ്വർണത്തിൻ്റെ ആ ആറ്റങ്ങൾ പരസ്പരം ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീ ഇലക്ട്രോണുകളുടെ എണ്ണം അതിൻ്റെ അകത്ത് കൂടുതലുണ്ട്. ഈ ഫ്രീ ഇലക്ട്രോണും ബോണ്ട് ചെയ്യാത്ത മുമ്പ് പറഞ്ഞായിട്ട് കൺഫ്യൂഷൻ വരുത്. അത് രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ കണ്ടക്ടിവിറ്റി സ്വഭാവമുള്ളതുകൊണ്ടും അവ അന്തരീക്ഷവുമായി റിയാക്ട് ചെയ്യാത്തത് കൊണ്ടും ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സംഭവമാണ് സ്വർണം എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രോപ്പർട്ടി. അതുമാത്രവുമല്ല, ഈ സ്വർണം കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. യഥാർത്ഥ സ്വർണം എന്ന് പറയുന്നത് നമ്മൾ ആഭരണങ്ങളിൽ ഉപയോഗിക്കുന്നതല്ല. തങ്കം എന്ന് പറയില്ലേ, ആ സ്വർണം, ഓറം എന്നാണ് അതിൻ്റെ കെമിക്കൽ നെയിം. ആ സ്വർണം അത് വളരെ മൃദുവാണ്. അത് നമുക്ക് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. അതിലേക്കൊരു ഇത്തിരി ചെമ്പും കൂടെ ചേർത്തിട്ടാണ് ആ സ്വർണത്തിന്, നമ്മളൊക്കെ ആഭരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്വർണത്തിന് ഈ കട്ടി കൈവരുന്നത്. അത്രയും ഘനം. അതില്ലാത്ത സ്വർണം, തങ്കം എന്ന് പറയുന്ന സ്വർണം വളരെ സോഫ്റ്റാണത്. ആ സോഫ്റ്റായിട്ടുള്ള സ്വർണത്തിനെ, ആ സോഫ്റ്റായിട്ടുള്ള മെറ്റലിനെ കൈകാര്യം ചെയ്യാൻ, അതിനെ കമ്പിയേക്കാനും നേരിയ രീതിയിലാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. ആ ഫ്ലെക്സിബിലിറ്റിയും കൂടി ഈ സ്വർണത്തിനുള്ളത് കൊണ്ടാണ് ഈ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ സ്വർണത്തിൻ്റെ അംശം ഉള്ളത്. നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഒരു 0.2 ഗ്രാംസ് സ്വർണമുണ്ട്. നമ്മുടെ സിം കാർഡുകളിൽ ആ ഗോൾഡൻ ലെയറിൽ കാണുന്നില്ലേ, അത് ഗോൾഡ് തന്നെയാണത്. വളരെ ചെറിയൊരളവിൽ ഗോൾഡ് അതിൽ കോട്ടിങ് മാത്രമല്ല, ഗോൾഡിൻ്റെ ഒരു അംശവുമുണ്ട്. ഇങ്ങനെ മൊബൈൽ ഫോണുകളിൽ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും സിം കാർഡുകളിൽ നിന്നുമൊക്കെ സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയും. ഈ ഓഡിയോ എക്യുപ്മെൻറ്റ്സ്, സ്പീക്കറിൻ്റെയൊക്കെ കണക്ടറുകളുണ്ടല്ലോ, അതേപോലെ നമ്മുടെ വില കൂടിയ ഹെഡ്ഫോണുകളുണ്ടല്ലോ, അതിൻ്റെ കണക്ടറുകളുടെ അഗ്രം, പല കണക്ടറുകളുടെ അഗ്രം ഗോൾഡൻ കളറാണ്. അതിൽ ഗോൾഡ് കോട്ടിംഗ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർഫെക്റ്റ്ലി ആ കോണ്ടാക്റ്റും അതേപോലെയുള്ള കണ്ടക്ടിവിറ്റിയും ഗോൾഡിന് ഉള്ളത് കൊണ്ടാണ്. ആ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതിൽ ആ ഗോൾഡ് കോട്ടിങ് ഉള്ളത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സർവ്വശാസ്ത്രീയ മേഖലകളിലും ഗോൾഡ്, സ്വർണത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെയാണ് വെള്ളിക്കുമുള്ളത്. അതായത് കൂട്ടുകാരെ, ഈ സ്വർണം, വെള്ളി എന്ന് പറയുന്നത് കോയിനേജ് മെറ്റീരിയൽ. സ്വർണം, വെള്ളി, പ്ലാറ്റിനം ഇവ മൂന്നും കോയിനേജ് മെറ്റീരിയൽസാണ്, കോയിനേജ് മെറ്റൽസാണ്. എന്താണ് കോയിനേജ് മെറ്റൽസ് എന്ന് പറയുന്നത്? കോയിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റൽസ്. സ്വർണം, വെള്ളി, നാണയങ്ങളൊക്കെ അല്ലേ, അതായത് അവയ്ക്ക് ഈ സാമ്പത്തികമായ പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ടാണ് അവയെ കോയിനേജ് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. അത് കാലാകാലങ്ങളായി, സഹസ്രാബ്ദങ്ങളായി അത് അങ്ങനെയാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ ഈ പറഞ്ഞതൊക്കെയാണ്. അവ ഒരിക്കലും നശിക്കില്ല, അവ തുരുമ്പെടുത്തു പോവില്ല, അവ മറ്റൊന്നായി മാറില്ല. എത്ര കാലം, എത്ര തലമുറകളോളം സൂക്ഷിച്ചു വെച്ചാലും അതിന് ആ മൂല്യമുണ്ടാകും. ആ മൂല്യം വർദ്ധിച്ചു വരികയുള്ളൂ എന്നത് തന്നെയാണ് ഇവയെ കോയിനേജ് മെറ്റൽസായി ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വർണത്തിന് നമ്മുടെ ടെക്നോളജിയിൽ ഇത്ര വലിയ പ്രാധാന്യം എന്നത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.